അതുകൊണ്ട് തന്നെ MSV സാറിന് വേണ്ടി വയലിൻ വായിക്കാനൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതും ആയിട്ടുള്ള ഒരു ലൈവ് റെക്കോർഡിംഗ് സെഷൻ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ, ലൈവ് റെക്കോർഡിംഗ് എല്ലാ മ്യൂസീഷ്യൻസും ചേർന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കീരവാണി സാറിന്റെ ഏതെങ്കിലും ഒന്ന് വായിക്കാല്ലേ? എനിക്ക് ശിശിരകാലം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ MSV സാറിനെ പറ്റി പറഞ്ഞതുകൊണ്ട് MSV സാറിന്റെ ഒരു പാട്ട് ഞാൻ വായിച്ചിട്ട് കീരവാണി സാറിലേക്ക് എത്താം. വയലിൻ ശരിക്കും ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. അതെ. പക്ഷെ അതിനകത്ത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഇമോഷൻസ് ഇങ്ങനെ കൺവേ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിൽ വീണു പോകുന്ന ഒരു സാധനവും കൂടെയാണ്. ഇത്രയും വീഴുന്ന വേറൊരു സാധനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ചും സെന്റിമെന്റ്സ് ഭയങ്കരമായിട്ട് പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും രൂപ ഇത്ര ഇഷ്ടപ്പെടുന്നത്. പാട്ടുകാരിയാണല്ലോ, അപ്പോൾ വരികൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതുപോലത്തെ പാട്ടുകൾ ഞാൻ വയലിനിൽ അധികം കസർത്തുകൾ അധികം കാണിക്കാറില്ല. മാക്സിമം അതേപോലെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. പിന്നെ ഞാൻ റഹ്മാൻ സാറിന്റെ പാട്ടുകളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇംപ്രവൈസ് ചെയ്യുള്ളൂ. പറഞ്ഞ പോലെ MS വിശ്വനാഥൻ സാറും ഇളയരാജ സാറും ഒക്കെ ചെയ്തു വെച്ചിരിക്കണേ അതിനകത്തൊന്നും പേടിയാണ് തൊടാനായിട്ട്. അപ്പൊ അതുപോലെ അതങ്ങ് വായിക്കാൻ ട്രൈ ചെയ്യും. അപ്പൊ വരികൾ ഈ പറഞ്ഞ പോലെ തമിഴായാലും ഈ ഭാഷകൾ മനസ്സിലാവും. അപ്പൊ അറിയാത്ത ഭാഷയാണെങ്കിലും ഞാൻ ചിലപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അത് എന്താണ് അവർ ഉദ്ദേശിച്ചേക്കണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വായിക്കാൻ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട്. അത് എത്രത്തോളം ബാക്കിയുള്ളവർക്ക് കൺവേ ആവണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ഒത്തിരി ലിറിക്കലി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോൾ രണ്ടു പക്ഷമുണ്ട്. അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല എന്നും നോട്ട്സ് നോക്കിയാൽ പോരെ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളു കൊടുത്ത് വായിക്കുന്നവരാണ് ഇപ്പൊ കൂടുതൽ പേരും എന്ന് കേൾക്കാറുണ്ട്. അത് ഏതാണ്, നമ്മൾ ഏത് പക്ഷം? ഞാൻ തീർച്ചയായിട്ടും ലിറിക്കലി വായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നോട്ടും ഉണ്ട്. ഇപ്പൊ ലിറിക്കലി മാത്രം വായിച്ചു ശ്രുതി ശുദ്ധ അല്ലെങ്കിൽ പോയല്ലോ. ശ്രുതി ചേർന്ന് ഭാവത്തിൽ വായിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ പക്ഷക്കാരിയാണ്. ആ പക്ഷത്ത് തന്നെ തൽക്കാലം തുടരും. നമ്മൾ കീരവാണി സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാറിന്റെ ഏതെങ്കിലും കൂടെ വായിച്ചിട്ട് പോവാം. ഈ പറഞ്ഞ പോലെ കീരവാണി സാറിലേക്ക് എത്തിയത് ഇപ്പൊ ഒരു 2 വർഷമായിട്ടുള്ളൂ. കവർ സോങ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കോളായിരുന്നു. ഞങ്ങളൊരു യൂട്യൂബിൽ ഒരു തൂമിലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടിരുന്നു. ഒരു രാത്രിയിൽ പെട്ടെന്ന് എനിക്കൊരു കോള് വരെ കീരവാണി സാറിന്റെ അവിടെ നിന്ന്. അപ്പൊ എനിക്ക് സംശയം തോന്നുന്നത് എന്നെ തന്നെയാണോ നിങ്ങൾ വിളിക്കണം എന്ന് ചോദിച്ചു. ഞാൻ കവറൊക്കെ വായിക്കും, പക്ഷെ എനിക്ക് റെക്കോർഡിംഗ് ഒക്കെ എത്രത്തോളം വൃത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഫ്ലൈറ്റ് കയറി അങ്ങ് പോയി. കാരണം എനിക്ക് സാറിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹമുള്ളൂ. പറഞ്ഞ പോലെ കീരവാണി സാർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇഷ്ടമാണെങ്കിലും അദ്ദേഹം എങ്ങനെ ഇരിക്കും, ആളെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ, അതൊന്നും എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല. ഞാൻ വേഗം പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കീരവാണി സാർ എങ്ങനെയാ കാണാനിരിക്കണമെന്ന്. എന്നിട്ട് അവിടെ പോയിട്ട് നേരെ കണ്ടത് ഞാൻ കാലിലങ്ങ് വിടും. പിന്നെ ബിംബിസാര എന്ന് പറയുന്ന ഒരു തെലുഗു ഫിലിമിന് വേണ്ടിയിട്ടാണ് ആദ്യം വായിപ്പിക്കണേ. പക്ഷെ സത്യം പറയാലോ, ഞാൻ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ വായിച്ചിട്ടുണ്ടെങ്കിലും കണ്ട് പഠിക്കണം എന്ന് തോന്നിപ്പോ. അത്ര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര ഒരു വലിയ മ്യൂസീഷ്യൻ. ഞാൻ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്രയും വാദോരാതെ സംസാരിക്കുന്നത്. തൂമിലേ എന്നുള്ള പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്.
മാത്രമല്ല ആനന്ദ് ഭയങ്കര ആസ്വദിച്ചാണ് ഇത് ചെയ്യുന്നത്. എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഒരു ജോലിക്ക് അപ്പുറത്തേക്ക് അത് എന്റർടൈൻ ചെയ്യുന്നത് കാണാൻ ഭയങ്കര സുഖമാണ്. ഞാൻ ഓരോ സ്ഥലങ്ങൾ വരുമ്പോ ഉണ്ടല്ലോ അതങ്ങനെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കില്ലേ, കറക്റ്റ് അത് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കില്ല. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി. ഈ വയലിന്റെ കാര്യം പറയുമ്പോൾ ഔസേപ്പച്ചൻ സാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ്. ഒരുപാട് കാലം മുമ്പ് തന്നെ ഇപ്പോൾ ദേവരാജ മാസ്റ്ററുടെ കൂടെ തന്നെ ഒരുമിച്ച് നിന്നൊരു കാലം മുതൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സിനിമാറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് കാണുമല്ലോ. അപ്പം രാക്കുയിൽ പാടി എന്ന് പറയുന്ന സോങ്ങിനകത്ത് സാറിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് കുഞ്ചാക്കോ ബോബൻ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്ന് സാറ് പ്രകീർത്തിക്കാറുമുണ്ട്. ആ പെർഫോമൻസ് ഒന്ന് കാണിച്ചു. ഒരു രസം എന്താ വെച്ചാല് കുഞ്ചാക്കോ അദ്ദേഹത്തിന്റെ ഒരു ഫിലിമിന്റെ ലോഞ്ചിന് ഔസേപ്പച്ചൻ സാറ് ഗസ്റ്റ് ആണ്. അപ്പൊ എന്നോട് അന്ന് അവര് പറഞ്ഞു ഈ പാട്ട് അവിടെ വായിക്കണം, അത് രണ്ടുപേരും സ്റ്റേജിലേക്ക് വരുമ്പോ വേണം വായിക്കാൻ. എനിക്ക് നല്ല പേടിയായി, കാരണം സാർ അങ്ങനെ വായിച്ചു വെച്ചിരിക്കുന്ന ഞാനൊരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ അത് നല്ലൊരു വെസ്റ്റേൺ കോളറിന് വായിക്കാൻ പറ്റുന്നൊരു ഇതാണ്. കാരണം ട്യൂണിങ് വ്യത്യാസമുണ്ട് അതിന്റെ. അപ്പൊ ഞാൻ നല്ല പേടിച്ചിട്ട് ഞാൻ നേരെ സാറിനെ ഫോൺ ചെയ്തു, സാറേ എന്നോട് ഇന്ന് ഇത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് എങ്ങനെ വായിക്കുന്ന അറിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നീ കർണാട്ടിക് മ്യൂസീഷ്യനാന്നൊക്കെ എനിക്കറിയാം, നീ അങ്ങ് വായിച്ചോ, ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാല് സീനിയേഴ്സ് ആയിട്ടുള്ള ഈ മ്യൂസീഷ്യൻസിന്റെ ഒക്കെ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. കാരണം നമ്മളവർ ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിക്കുന്നതിന് വരെ സാർ എന്നോട് ധൈര്യമായിട്ട് നീ വായിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാനവിടെ ഉണ്ടാവും, അങ്ങനെ ഒരു ധൈര്യം തന്നെ എനിക്ക് സാറ്. എന്താ പറയാ, ഇന്നലെ വരെ സാറിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും എന്റെ ഒരു വെൽവിഷർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഔസേപ്പച്ചൻ സാറ്. അപ്പൊ ഈ പാട്ട് ഉറപ്പായിട്ടും വായിക്കണം.